ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് തിരിച്ച് ആലപ്പുഴയിലോട്ട് പോവുകയാണ് കേട്ടോ. 4-5 ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വിഷമമാണ്. എന്നാലും പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. നമ്മൾ വെളുപ്പിന് ഇറങ്ങാമെന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്രയും വെളുപ്പിന് പോകണ്ട, കുറച്ചേരം കൂടെ വീട്ടിൽ നിന്ന് പോകാമെന്ന് കരുതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇത്രയും ദിവസം നമ്മളെല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചിട്ട് ഇപ്പം പെട്ടെന്ന് എന്തോ ഭയങ്കര വിഷമമാവുന്നുണ്ട് എല്ലാവരെയും വിട്ട് വരുമ്പോൾ. ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ അങ്ങ് ഇറങ്ങി. ട്രാഫിക് ഒന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് തൃശ്ശൂർ വരെയൊക്കെ സ്മൂത്ത് ആയിട്ട് വന്നു. ഇപ്പം തൃശ്ശൂർ കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇച്ചിരി ലാഗ് അടിച്ചു, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ദൂരമൊക്കെ നമ്മൾ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് വന്നിട്ടായിരുന്നത്. കാരണം ഒന്നുമല്ല, എല്ലാവർക്കും അവിടുത്തെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നുള്ളൂ. ശ്രീഹരി ആണെങ്കിലും അനൂപ് ആണെങ്കിലും കിരൺ ആണെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിലത്തെ പാലക്കാട് വീട്ടിലെ വിശേഷങ്ങളും അച്ഛനെ അമ്മയെ കുറിച്ചും അല്ലെങ്കിൽ അനിയന്മാരെ കുറിച്ചും അച്ഛമ്മ അച്ചാച്ചനെ അവരെ കുറിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, ഈ പെൺകുട്ടികളെ എന്തിനാ അങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടുക്കുന്നത്, അതിന് ഒരു ആൺകുട്ടികളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ പോലെയായിരുന്നു ഞാൻ ഓർക്കാറുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിന് ഡാൻസ് കളിച്ചൊരു പാട്ടായിരുന്നു കേട്ടോ ഇത്. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും നമുക്ക് സിനിമ സോങ്സ് ഒന്നും യൂത്ത് ഫെസ്റ്റിവലിന് അലൗഡ് അല്ലായിരുന്നു. അതിന് വരിങ്ങിനുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഈ പാട്ടൊക്കെ അങ്ങ് ഡാൻസ് കളിക്കുമായിരുന്നു. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു? ഈ പാട്ടൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കുട്ടൂസിന് ആ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പാട്ടിൻ്റെ ഓളത്തിന് അങ്ങ് വണ്ടി ഓടിക്കുമായിരുന്നു. ഈ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് ഓർത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ എന്ന്. നമുക്കിന്ന് നേവൽ ബേസിലോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഫോർട്ട് കൊച്ചിക്കും പോകണമായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ട് കാണണേ. നമ്മൾ അവിടുന്ന് ആലപ്പുഴ അല്ലെങ്കിൽ ചെന്നിത്തല ക്യാൻറ്റീനിലേക്കാണ് നമ്മൾ പോകാറുള്ളത്. പക്ഷെ അവിടത്തേക്കാളും ഒത്തിരി സാധനങ്ങൾ ഇവിടെ എറണാകുളം ക്യാൻറ്റീനിലുണ്ട്. ക്യൂ നിന്ന് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. ഒത്തിരി ബില്ലിംഗ് കൗണ്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ കിട്ടാത്ത സാധനങ്ങളായിട്ടൊന്നുമില്ല, എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. സുക്കുവിൻ്റെ ഡയപ്പർ വരെ ഇപ്പോൾ നമ്മൾ ക്യാൻറ്റീൻ വഴിയാണ് കളക്ട് ചെയ്യുന്നത്. നല്ലതാട്ടോ. നമ്മൾ കണ്ടെയ്നർ റോഡ് വഴിയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എളുപ്പം അങ്ങ് ചെല്ലാന്ന് കരുതി, പക്ഷേ നമുക്ക് അവിടെ പണി കിട്ടി. അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ കറങ്ങിയാണ് പോകുന്നത്. അവിടെ ചെന്ന ശേഷം കുട്ടൂസാണ് അകത്തോട്ട് കയറിയത്. എളുപ്പം സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിക്കാണ്. ഞങ്ങളിതിന് മുന്നേ ഇങ്ങോട്ട് വന്ന് നമ്മളുടെ സേവ് ദ റേറ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് നമ്മൾ വരുന്നത്. അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടൂസിൻ്റെ കണ്ണിലൊരു ബംഗാളി ചേട്ടനെ പെട്ടത്. പിന്നെ കുട്ടൂസ് അവിടെ ചെന്ന് എന്തൊക്കെയൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങേരോട് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച്. ഹിന്ദി ആയതുകൊണ്ട് ഞാൻ അടുത്തോട്ടൊന്നും പോയില്ല, ഞാൻ ഇച്ചിരി മാറി നിന്ന്. അപ്പോൾ കുട്ടൂസ് ഇതുപോലെ നമ്മളുടെ പേര് വെച്ച് ചെയ്തു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ബാർഗെയിനിങ് ഒക്കെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങേര് ചിരിക്കുന്ന കുട്ടൂസ് എന്തൊക്കെയോ പറയുന്നിട്ട് എന്നോട് പറഞ്ഞു പേരൊക്കെ എഴുതി കൊടുക്കാം. ഞാനപ്പോൾ വലിയ കാര്യത്തിൽ പേരൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളുടെ പേരിൻ്റെ ലെറ്റേഴ്സൊക്കെ ആ ഹാർട്ട് ഷേപ്പിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അത് ചെയ്യുന്നതിനുള്ളിൽ ഞാൻ അവിടെയുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. സുക്കുവിന് മേടിച്ചിട്ട് പോകാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. പക്ഷെ അവിടെ മുഴുവനും കമ്മലും വളയും മാലയും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനൊരു പാമ്പുകുട്ടനെ എടുത്ത് നോക്കിയായിരുന്നു. പക്ഷേ ഇത് കുഞ്ഞിന് അറിയാനുള്ള പ്രായമായിട്ടില്ല. അവ ഇച്ചിരി കൂടെ കഴിയട്ടെ, എന്നിട്ട് മേടിച്ചു കൊടുക്കാം. അങ്ങനെ ആ ചേട്ടനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. അവിടെ ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് ഈ ചേട്ടൻ ലെറ്റേഴ്സൊക്കെ വെക്കുമ്പം അത് കറക്റ്റായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കാറ്റ് വീശി അതെല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകും. പിന്നെ വീണ്ടും അതെടുത്ത് വെക്കും. ഇച്ചിരി പണി വെട്ട് പുള്ളിക്കാരൻ. അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഇതാണ് സാധനം. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കഴിക്കാനായിരുന്നു. എനിക്ക് മാങ്ങ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാങ്ങ എടുത്തു. അവർ എന്താ വേണ്ടെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കിരണ്ണാണെങ്കിൽ പൈനാപ്പിൾ മതി എന്ന് പറഞ്ഞു. ശ്രീഹരി ഒരു വെറൈറ്റിക്ക് വേണ്ടി ഗുവ മേടിച്ചതാണ്. പക്ഷേ പണി പാളി, അതൊട്ടും കൊള്ളത്തില്ലായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട് അതിനിടയിൽ നമ്മുടെ കിരണാണെങ്കിൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഒന്ന് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ചെറുക്കം പോയില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസ്, എൻ്റെയും കുട്ടൂസിൻ്റെയും കുറച്ച് ഫോട്ടോസ്, കിരണിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ ഒരു കടയിൽ കയറി കഴിച്ചിട്ട് നമ്മൾ അവിടെ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.